ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിലുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ്. ആദ്യം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്കസാണ് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 10 ബദാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. നമ്മൾ 10 ബദാം പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ നല്ല ഫൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് 3 ടേബിൾ സ്പൂണിനടുക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി പാലൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കൊരു സിമ്പിൾ മെത്തേഡിൽ ഒരു കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണിനടുക്കിയായിട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയായിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കസ്റ്റേർഡിൻ്റെ റിയൽ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇത് പാലിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുന്ന സമയത്ത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. ഇനി വീട്ടിൽ കസ്റ്റേർഡ് പൗഡർ ഉള്ളവർ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഈ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിക്കാകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇതിലേക്ക് ഇടുന്നത് കസ്കസ് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ 1-2 മിനിറ്റ് കുതിർത്തിയാൽ തന്നെ ഇതുപോലെ പൊങ്ങി വരും. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രിങ്കിലേക്ക് ഇടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇത് മുറിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും തിന്നായിട്ട് നമ്മൾ ഗ്രേറ്ററിൽ ചെറിയ ഹോളിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ പഴമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് റോബസ്റ്റ് വേണമെങ്കിൽ എടുക്കാം, അതുപോലെ പൂവമ്പഴം അതുപോലത്തെ ഏതെങ്കിലും എടുക്കാം. നേന്ത്രപ്പഴം എടുക്കാൻ പാടില്ല. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സും അതുപോലെ ഐസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സെർവ് ചെയ്തതിന് കുറച്ച് മുമ്പായിട്ട് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫില്ലായി കിടക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.